PSC പിരിച്ചുവിടുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും PSC നിയമനങ്ങൾ വലിയ വിവാദമായിരിക്കുകയാണ്. കേരളത്തിലെ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം 100-ൽ അധികം പരാതികളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പരാതികളിൽ ഒരു പരാതിയിൽ മാത്രമാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നത്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട PSC ക്രമക്കേടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന ഏതാണ്ട് 100ഓളം പരാതികളിൽ അന്വേഷണം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ PSCയെ സസ്പെൻഡ് ചെയ്യിക്കാനും അതേപോലെ PSCയെ പിരിച്ചുവിടാനുമുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഇനി എങ്ങനെയാണ് PSCയെ പിരിച്ചുവിടേണ്ടത്? കാരണം ഭരണഘടനാപരമായി PSC സ്വതന്ത്ര പരമാധികാര അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ പിരിച്ചുവിടണമെങ്കിൽ വളരെ ദൈർഘ്യമേറിയ അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്. ആ സങ്കീർണതകളിലേക്ക് കടക്കുകയാണ് നമ്മുടെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. എന്തെല്ലാമാണ് ആ സങ്കീർണമായ നടപടികൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തന്നെ ഈ PSC ഒരു ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനമാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴത്തെ PSC ചെയർമാനും PSC അംഗങ്ങളും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടവരാണ്. അവരുടെ കാലാവധി തീർന്നിട്ടില്ല. അപ്പോൾ ഈ PSCയെ ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാൻ കഴിയും. അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രപതിക്ക് ഗവർണർ ഒരു പരാതി നൽകുന്നു. ഇങ്ങനെ PSCയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ തൃപ്തികരമായിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കേരള PSCയിൽ 100-ലധികം പരാതികൾ ഉണ്ടായിട്ടും ഒരു പരാതി മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യം രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുക. ഇതാണ് PSCയെ പിരിച്ചുവിടാനുള്ള ആദ്യത്തെ നടപടി. അങ്ങനെ ഗവർണർ നൽകുന്ന ഈ റിപ്പോർട്ട്, അതായത് PSCയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാട്ടിക്കൊണ്ട് ഗവർണർ രാഷ്ട്രപതിക്ക് നൽകുന്ന ഈ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതി അടുത്ത പടിയായി ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറും. സുപ്രീം കോടതി ഈ രാഷ്ട്രപതിയുടെ റിപ്പോർട്ട് നോക്കി, ഗവർണർ നൽകിയ റിപ്പോർട്ട് നോക്കി ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചുകൊണ്ട് ഈ ക്രമക്കേടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം പരിശോധിക്കും. അങ്ങനെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ആ വിദഗ്ധ സമിതി PSCയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് സുപ്രീം കോടതി നിയമിച്ച ഈ ഒരു കമ്മീഷൻ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൈമാറും. അങ്ങനെ രാഷ്ട്രപതിക്ക് മാത്രമാണ് PSCയെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത്. രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അങ്ങനെ PSCയെ ചെയർമാനെയും PSCയുടെ ചെയർമാനെയും PSCയിലെ അംഗങ്ങളെയും പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് മാത്രമാണ് അധികാരം. ഇനി രണ്ടാമത് ഗവർണർക്ക് എന്താണ് ഇതിൽ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഒരു കമ്മീഷനെ നിയമിച്ച ശേഷം ആ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് അത് രാഷ്ട്രപതിക്ക് കൈമാറുമെന്ന് പറഞ്ഞല്ലോ. രാഷ്ട്രപതിക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ PSCയെ പിരിച്ചുവിടാം. അതല്ല എങ്കിൽ ഗവർണറോട് ശുപാർശ ചെയ്യാം. ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് PSC ചെയർമാനെയും PSC അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാം, ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ മാർഗമാണ് ഇപ്പോൾ ഗവർണർ ആർലേക്കർ അന്വേഷിക്കുന്നത്. കാരണം PSC അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, ഈ ആസൂത്രണ ബോർഡ് ഒഴികെയുള്ള മറ്റ് 100ഓളം വരുന്ന പരാതികളിൽ എന്തുകൊണ്ടാണ് പോലീസ് നടപടികൾ എടുക്കാത്തത് എന്നതിനെ സംബന്ധിച്ചും ഗവർണർക്ക് ചോദ്യമുണ്ട്. അത് സർക്കാർ ഒരു ഒളിച്ചുകളി നടത്തുകയാണോ എന്നുള്ള സംശയവും ലോക്ഭവനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിന് ഇപ്പോൾ ഗവർണർ മുതിർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു മാർഗത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ തീർച്ചയായും PSCയെ ഗവർണർക്ക് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ കഴിയും. അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് PSCയെ പിരിച്ചുവിടാൻ കഴിയും. പിന്നീട് പുതിയ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കാൻ കഴിയും. അത് ഒരു പക്ഷേ
ഗവർണർ കൂടി സമ്മതത്തോടു കൂടിയാണ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവർണർ കൂടി അനുമതിയോട് കൂടിയായിരിക്കാം, അദ്ദേഹത്തിന്റെ ഇഷ്ടം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരമൊരു PSC ചെയർമാനും PSC അംഗങ്ങളും നിലവിൽ വരിക പുതിയതായി. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒരു പ്രോസസ് ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ എന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, കേരളത്തിലെ PSC മാത്രമാണ് ഈ 100ഓളം പരാതികൾ എന്ന് വിശ്വസിക്കരുത്. കാരണം ഇതിലധികം പരാതികളുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ട്. അവിടൊക്കെ തന്നെ യുവാക്കൾ ഇക്കാര്യത്തിൽ പ്രതിഷേധത്തിലാണ്. കാരണം പല നടപടികളും സുതാര്യമല്ല, പലതും പിൻവാതിൽ നിയമനങ്ങളാണ്, പലതും പണം കൊടുത്തുള്ള നിയമനങ്ങളാണ്, പലതും PSC ചെയർമാനെയും അംഗങ്ങളെയും സ്വാധീനിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്ന് പല സംസ്ഥാനങ്ങളിലെയും യുവാക്കൾ പറയുന്നു. പലയിടത്തും സമരങ്ങൾ നടക്കുകയാണ്. ആ സമരങ്ങളെയൊക്കെ തന്നെ CPIM സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ CPIM ഒരു വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ നിയമിച്ചിട്ടുള്ള ഈ PSC ചെയർമാനും PSC സമിതി അംഗങ്ങളുമാണ്. അവർക്കെതിരായിട്ടാണ് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത്. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി PSCയിലേക്ക് പോലീസ് കടന്നു കയറി അവിടുത്തെ രേഖകൾ പരിശോധിച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇവിടെയുണ്ട്. CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി കൂടിയാണ് ഈ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഗവർണർ ഈ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ PSC എന്ന് പറയുന്നത് വലിയ ക്രമക്കേട് നടന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാം, ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇപ്പോൾ 100ഓളം പരാതികളാണ് PSCക്കെതിരെ ഉള്ളത്. അതുകൊണ്ട് ഇതിലെ ഏതെങ്കിലും ഒരു പരാതി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, സുപ്രീം കോടതി നിയോഗിക്കുന്ന ആ കമ്മിറ്റിക്ക്, ആ കമ്മീഷന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുകയും രാഷ്ട്രപതിക്ക് PSCയെ പിരിച്ചുവിടാൻ കഴിയുകയും ചെയ്യും. ഇനി രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ കഴിയില്ല എങ്കിൽ രാഷ്ട്രപതി ഗവർണറോട് പറയും, സസ്പെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെ സസ്പെൻഷനിലേക്ക് പോവുകയും ചെയ്യാം. അത് CPMന് രാഷ്ട്രീയമായി നേരിടുന്ന വലിയ തിരിച്ചടിയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ നിയമിച്ച കമ്മിറ്റിയാണ് ഇപ്പോഴുള്ളത്. PSC ചെയർമാനും കമ്മീഷനും അടങ്ങുന്ന ആ ഒരു ബോർഡ് എന്ന് പറയുന്നത് CPMന്റെ ഭരണകാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിച്ച PSC ചെയർമാനും PSC അംഗങ്ങളുമാണ് ഉള്ളത്. അവർക്കെതിരായിട്ടുള്ള ഒരു വലിയ നടപടി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി വന്നു കഴിഞ്ഞാൽ അത് CPMന് ഏൽക്കുന്ന രാഷ്ട്രീയ ആഘാതം കൂടിയാണ് എന്നുകൂടി പറയേണ്ടി വരും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.